വർഷം 1897. സമയം രാത്രി 1 മണിയോടടുത്തിരിക്കുന്നു. ഇരുട്ട് കട്ട പിടിച്ച് കിടക്കുന്ന കാർപ്പാത്തിയൻ പർവ്വതനിരകൾ. എങ്ങും ഭയപ്പെടുത്തുന്നൊരു നിശബ്ദത. ദൂരെ എവിടെയോ നിന്ന് ഒരു ചെന്നായയുടെ ഒരിടൽ. അതിനകമ്പടിയായി മരണത്തിൻ്റെ ചിറകടി വെച്ച പോലെ ഒരു കൂട്ടം കടവാവിലുകൾ എങ്ങോട്ടോ പറന്നു പോകുന്നു. ഒരു പെരുമ്പാമ്പിനെ പോലെ മലകളെ ചുറ്റി വളഞ്ഞു പുളഞ്ഞു പോകുന്ന ദുർഘടമായ വഴി. ദൂരെ ഒരു റാന്തൽ വിളക്കിൻ്റെ നേരിയ വെളിച്ചം മെല്ലെ അടുത്തടുത്ത് വരുന്നു. അതൊരു കുതിരവണ്ടിയാണ്. നീളൻ കുപ്പായമിട്ട അതികായനായ ഒരാൾ, തലയിലൊരു വട്ടത്തൊപ്പി. അയാളാണ് കുതിരവണ്ടി ഓടിക്കുന്നത്. പേര് കേട്ടാൽ ലോകം നടുങ്ങും. ആ പേര് നിങ്ങളും കേട്ടിട്ടുണ്ട്. അത് ഡ്രാക്കുള പ്രഭുവാണ്. ലോകത്തെ കിടുകിട വിറപ്പിച്ച വാമ്പയറുകളുടെ ചക്രവർത്തി. നമസ്കാരം. ലോകായനത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്രാം സ്റ്റോക്കർ എന്ന കഥാകാരൻ്റെ ഇതിഹാസതുല്യമായ ഗോതിക് കഥയായ ഡ്രാക്കുളയ്ക്ക് പശ്ചാത്തലമായ ട്രാൻസിൽവാനിയയിലേക്ക് ഭൂതകാലത്തിൻ്റെ നിഴലുകളിലൂടെ ഒരു ചരിത്ര യാത്രയാണ്. റൊമാനിയയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മന്ത്രവാദ മേഖലയായി അറിയപ്പെട്ട ട്രാൻസിൽവാനിയ നിഗൂഢമായ നാടോടി കഥകളുടെയും സമ്പന്നമായ ചരിത്രത്തിൻ്റെയും കൗതുകകരമായ കഥകൾക്ക് പേരുകേട്ടതാണ്. സാമ്രാജ്യങ്ങൾക്കിടയിലുള്ള ഈ നിഗൂഢ ഭൂമിയായ ട്രാൻസിൽവാനിയ പ്രക്ഷുബ്ധമായ ഒരു ചരിത്രത്തിലൂടെ രൂപപ്പെട്ടതാണ്. കാർപ്പാത്തിയൻ പർവ്വത നിരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ട്രാൻസിൽവാനിയ വാമ്പയർമാരുടെ, പ്രത്യേകിച്ച് ഡ്രാക്കുള, വേർവൂൾഫ് പോലെയുള്ള ഗോതിക് കഥകളിലൂടെ സഞ്ചാരികളുടെയും എഴുത്തുകാരുടെയും ഭാവനയെ വളരെയേറെ ഉത്തേജിപ്പിച്ചിട്ടുണ്ട്. റൊമാനിയക്കാർ, ഹംഗേറിയക്കാർ, സാക്സനുകൾ, സെക്ലർമാർ, തുർക്കികൾ, ജൂതന്മാർ, സെർബുകൾ, റോമാ ജിപ്സികൾ എന്നിവയുൾപ്പെടെ വിവിധ വംശീയ വിഭാഗങ്ങളുടെ പാരമ്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന അതിൻ്റെ അതുല്യമായ സാംസ്കാരിക പൈതൃകം നാടോടി കഥകളുടെയും വിശ്വാസങ്ങളുടെയും വൈവിധ്യമാർന്ന ഒരു ചിത്രമാണ് നമുക്ക് തരുന്നത്. ഈ വിശ്വാസങ്ങളും മന്ത്രവാദവുമൊക്കെ ഉടലെടുത്തതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് അന്വേഷിച്ച് ക്രൈസ്തവ പൂർവ്വ പാരമ്പര്യങ്ങളിലും നാടോടി കഥകളിലും തിരയുമ്പോൾ പുറജാതീയ വിശ്വാസങ്ങൾ, ഔഷധച്ചെടികൾ, അമാനുഷിക ആചാരങ്ങൾ എന്നിവയുമായി മന്ത്രവാദം കെട്ടുപിണഞ്ഞിരിക്കുന്നത് കാണാം. സമൂഹങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കുന്നതിനും സംരക്ഷിക്കപ്പെടുന്നതിനും വേണ്ടി നരബലികളും ഇവർ നടത്തിയിരുന്നതായിട്ട് തെളിയുന്നുണ്ട്. റോമൻ അധിനിവേശത്തിന് വളരെ മുമ്പ് തന്നെ ട്രാൻസിൽവാനിയയിലും ഇന്നത്തെ റൊമാനിയയിലും അധിവസിച്ചിരുന്ന ഗോത്രങ്ങളായിരുന്നു ഗെറ്റോ ഡേസിയക്കാർ. ആത്മീയ പ്രാധാന്യമുള്ള പ്രകൃതിദത്ത ജൈവിക അസ്തിത്വങ്ങളായി പർവ്വതങ്ങളെയും നദികളെയും ആരാധിച്ചിരുന്നവരാണ് ഡേസിയക്കാർ. ഒരു സർപ്പത്തിൻ്റെ ഉടലും ചെന്നായയുടെ തലയും ഉള്ളതാണ് ഡാസിയൻ്റെ പതാകയായ ഡ്രാക്കോ. ഒരു രാജ്യത്തിൻ്റെ വംശീയത ഒരു മൃഗത്തിൻ്റെ പ്രതിച്ഛായയാകുമ്പോൾ അതിന് പിന്നിൽ എല്ലായ്പ്പോഴും ഒരു മതപരമായ വിശ്വാസത്തിൻ്റെ ഇടപെടലും ഉണ്ടാവും. ഡേസിയൻ സമൂഹത്തിൽ ത്രേസിയൻ വംശജരായ കപ്നോബെതായി അല്ലെങ്കിൽ മേഘനടത്തക്കാർ എന്നറിയപ്പെടുന്നവരായിരുന്നു അവരുടെ പുരോഹിതന്മാർ. അവർക്ക് ദൈവങ്ങളുമായി ആശയവിനിമയം നടത്താനും ഭാവി പ്രവചിക്കാനുമുള്ള കഴിവുണ്ടെന്നാണ് വിശ്വസിക്കപ്പെട്ടിരുന്നത്. ആത്മീയ മണ്ഡലത്തിൽ നിന്നുള്ള ദർശനങ്ങളും സന്ദേശങ്ങളും സ്വീകരിക്കുന്നു എന്ന വ്യാജേന അവർ ഒരു ട്രാൻസ് ബോധാവസ്ഥയിലേക്ക് മാറുമായിരുന്നു. ഇത്തരം ചില ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഔഷധച്ചെടികളെയും അവയുടെ രോഗശാന്തി ഗുണങ്ങളെയും കുറിച്ച് ഡേസിയക്കാർക്ക് വിപുലമായ അറിവുണ്ടായിരുന്നു. ഔഷധച്ചെടികൾ, മന്ത്രങ്ങൾ, പവിത്ര വസ്തുക്കൾ എന്നിവ ഉപയോഗിച്ച് ഡേസിയൻ ഷാമന്മാർ വിവിധ തരത്തിലുള്ള രോഗശാന്തി ആചാരങ്ങൾ നടത്തിയിരുന്നു. ആത്മീയവും ഊർജ്ജസ്വലവുമായ രോഗശാന്തിയിലൂടെ ശക്തിയിലും മാർഗനിർദ്ദേശത്തിലും സഹായത്തിനുമായി പൂർവികരുടെ ആത്മാക്കളുമായി ആശയവിനിമയം നടത്താനുള്ള കഴിവുണ്ടെന്നും അവർ വാദിച്ചു. ഇവർക്ക് നമ്മുടെ നാട്ടിലെ ഒടിവിദ്യ പോലെ ചെന്നായയായി മാറാനുള്ള
ആചാരപരമായ കഴിവുകളുണ്ടെന്ന് വിശ്വസിപ്പിക്കുന്നതിൽ പേരുകേട്ടവരായിരുന്നു. പ്രത്യേകിച്ച് സൈനിക രംഗങ്ങളിൽ മൃഗത്തിൻ്റെ തോൽ ധരിക്കുമ്പോൾ ഒരു യഥാർത്ഥ കാട്ടുമൃഗത്തെ പോലെ യോദ്ധാവ് നിർഭയനായിരിക്കുമെന്നാണ് ഇവർ വിശ്വസിച്ചിരുന്നത്. ചെന്നായയുടെ തോൽ ധരിക്കുന്നതിലൂടെ യോദ്ധാവിന് യുദ്ധത്തിന് പോകാനും കൊല്ലപ്പെടാനുമുള്ള ഭയം, മറ്റു മനുഷ്യരെ കൊല്ലാനുള്ള കഴിവില്ലായ്മ തുടങ്ങിയ മനുഷ്യസഹജമായ സ്വഭാവവിശേഷങ്ങൾ മാറും എന്നും വിശ്വസിച്ചിരുന്നു. ചെന്നായയുടെ തൊലി ധരിക്കുന്നത് കൊണ്ട് മരണശേഷം യോദ്ധാവ് നിർഭയനും പ്രബുദ്ധനുമായ ഒരു മൃഗമായി പുനർജനിക്കും എന്ന വിശ്വാസത്തെയും ശക്തിപ്പെടുത്തി. ക്രൈസ്തവ കാലഘട്ടത്തിന് മുമ്പുള്ള ട്രാൻസിൽവാനിയയിലെ ആത്മീയ ആചാരങ്ങളിൽ ഷാമനിസം ഒരു പ്രധാന പങ്കുവഹിച്ചിരുന്നു. മനുഷ്യനും ആത്മീയ ലോകത്തിനും ഇടയിലുള്ള മധ്യസ്ഥരായി കണക്കാക്കപ്പെടുന്ന ഷാമന്മാർ ഭാവി പ്രവചനം, രോഗശാന്തി, ആത്മാക്കളുമായുള്ള ആശയവിനിമയം എന്നിവ നടത്തിയിരുന്നതായിട്ടും അവകാശപ്പെട്ടു. അവരുടെ നിഗൂഢമായ കഴിവുകളും ആചാരങ്ങളും പിന്നീട് മന്ത്രവാദവുമായി ബന്ധപ്പെട്ട എല്ലാ മാന്ത്രിക വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും വികാസത്തിന് കാരണമായിരിക്കാം എന്നാണ് കരുതപ്പെടുന്നത്. കാലുസാരി എന്നറിയപ്പെടുന്നവർ റൊമാനിയൻ നാടോടികളിൽ ദൈവങ്ങളുമായി ആശയവിനിമയം നടത്തണം എന്നുള്ള കള്ളം പ്രചരിപ്പിച്ചിട്ടുണ്ട്. കാലുസാരിയും അവരുടെ നൃത്തവും ത്രേസ്യക്കാരുടെയും ഡേസിയക്കാരുടെയും കാലം മുതലുള്ളതാണ്. ഇന്നും കാലുസാരിയുടെ നൃത്തം അതിൻ്റെ പുറജാതീയ സത്ത നിലനിർത്തുന്നു. ദൈവങ്ങളോട് മാർഗനിർദ്ദേശം ചോദിക്കുന്ന അവരുടെ പുരോഹിതൻ്റെ നേതൃത്വത്തിൽ ദുഷ്ടാത്മാക്കളോട് പോരാടാനും രോഗികളെ സുഖപ്പെടുത്താനും എന്ന വിശ്വാസത്തിൽ അവരുടെ ആചാരപരമായ ആ നൃത്തം ഇന്നും അവതരിപ്പിക്കപ്പെടാറുണ്ട്. മാന്ത്രിക ജീവികളുടെ കഥകൾ കൊണ്ട് നിറഞ്ഞതാണ് ട്രാൻസിൽവാനിയയിലെ നാടോടി കഥകൾ. ഈ കഥാപാത്രങ്ങൾക്ക് അമാനുഷിക ശക്തികൾ ഉണ്ടെന്നും വിശ്വസിക്കപ്പെട്ടു. പ്രാദേശിക നാടോടി കഥകളിലെ അവയുടെ സാന്നിധ്യവും സ്വാധീനവും മന്ത്രവാദവുമായി ബന്ധപ്പെട്ട മാന്ത്രികവും നിഗൂഢവുമായ വിശ്വാസങ്ങളുടെ വികാസത്തിന് കാരണമായിട്ടുണ്ട്. റൊമാനിയൻ നാടോടി കഥകളിലെ മന്ത്രവാദവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റൊരു അമാനുഷിക സ്ത്രീ ജീവികളാണ് ഐലലെ. കാടുകളിലും പുൽമേടുകളിലും ജലസ്രോതസ്സുകൾക്ക് സമീപവും താമസിക്കുന്ന സുന്ദരികളും വശീകരിക്കുന്നവരുമായ കന്യകമാരായിട്ടാണ് അവരെ ചിത്രീകരിച്ചിരിക്കുന്നത്. മാന്ത്രിക ശക്തികളുള്ള ഐലലേക്ക് അവരുടെ മോഹിപ്പിക്കുന്ന നൃത്തങ്ങൾ കൊണ്ട് പുരുഷന്മാരെ ആകർഷിക്കാൻ കഴിയും എന്നാണ് അവർ വിശ്വസിക്കുന്നത്. റൊമാനിയൻ പുരാണങ്ങളിലെ ശൈത്യകാലവും വസന്തവുമായി ബന്ധപ്പെട്ട മറ്റൊരു കഥാപാത്രമാണ് ബാബ ഡോച്ചിയ. ഐതിഹ്യം അനുസരിച്ച് ഋതുക്കൾ മാറുന്ന സമയത്ത് പ്രത്യക്ഷപ്പെടുന്ന ഒരു വൃദ്ധയായ മന്ത്രവാദിനിയാണ് അവൾ. വസന്തകാലത്ത് അവൾ തൻ്റെ വസ്ത്രങ്ങൾ പല പാളികളായി അഴിച്ചു മാറ്റുന്നു. ഇത് ശൈത്യകാലം മാറുന്നതിനെയും വസന്തത്തിൻ്റെ വരവിനെയും പ്രതിനിധീകരിക്കുന്നു. മാർട്ടിസോർ എന്നറിയപ്പെടുന്ന പരമ്പരാഗത റൊമാനിയൻ അവധിക്കാലത്ത് ബാബ ഡോച്ചിയയുടെ ഇതിഹാസം വലിയ ആഘോഷമാണ് ഇവർക്ക്. പുറന്തോടിലൂടെ പുറത്തു വരുന്ന പ്രകൃതിവാതകത്തിൻ്റെ സാന്നിധ്യം സൂര്യതാപവുമായി സമ്പർക്കം പുലർത്തുന്നത് മൂലം അത് കത്തുന്ന ഒരു പ്രകൃതി പ്രതിഭാസത്തിലൂടെയാണ് ജീവിക്കുന്ന അഗ്നിയുടെ മിത്ത് പിറന്നത്. തീയെ നിയന്ത്രിക്കാനും വിളിക്കാനുമുള്ള കഴിവുള്ള ശക്തയായ ഒരു മന്ത്രവാദിനിയുടെ കഥയാണ് അതിൻ്റെ കാതൽ. ഗ്രാമത്തെ ആക്രമണകാരികളിൽ നിന്ന് സംരക്ഷിക്കാനും തൻ്റെ ജനങ്ങളുടെ അഭിവൃദ്ധി ഉറപ്പാക്കാനും അവൾ തൻ്റെ മാന്ത്രിക ശക്തികൾ ഉപയോഗിച്ചു. തന്നെയും തൻ്റെ ഗ്രാമത്തെയും രക്ഷിക്കുന്നതിനായി മന്ത്രവാദിനി ഒരു ജീവനുള്ള ജ്വാലയായി മാറി എന്നാണ് കഥ. മുമ പാതുരി അഥവാ കാടിൻ്റെ മാതാവ് എന്നത് കാടിൻ്റെ നിബിഡതയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റൊരു മന്ത്രവാദ കഥാപാത്രമാണ്. നീണ്ടു പിണഞ്ഞ മുടിയും ഇലകൾ കൊണ്ട് നിർമ്മിച്ച ഉടയാടയുമുള്ള ഒരു വൃദ്ധയായിട്ടാണ് അവരെ ചിത്രീകരിച്ചിരിക്കുന്നത്. മുമ പാതുരി ഔഷധ ചെടികളിലും മാന്ത്രികതയിലും അപാരമായ അറിവുള്ളവളാണെന്ന് പറയുന്നു. കാടിനോട് ബഹുമാനം കാണിക്കുന്നവർക്ക് സമൃദ്ധിയും സംരക്ഷണവും നൽകാനും അതിനെ ദ്രോഹിക്കുന്നവർക്ക് അപകടങ്ങളും ശാപവും വരുത്താനും അവൾക്ക് കഴിയും എന്നുമാണ് വിശ്വാസം. ട്രാൻസിൽവാനിയയുടെ സമ്പന്നമായ നാടോടി കഥകളും ഇതിഹാസങ്ങളും മന്ത്രവാദത്തെക്കുറിച്ചുള്ള ധാരണ രൂപപ്പെടുത്തുന്നതിൽ അവരുടേതായ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ കഥകൾ ജനകീയ ഭാവനയ്ക്ക് സംഭാവന നൽകുകയും മന്ത്രവാദികൾ ശക്തരും നിഗൂഢരുമായ വ്യക്തികളാണെന്ന വിശ്വാസം നിലനിർത്തുകയും ചെയ്തു.
ഒട്ടോമന്മാരുമായുള്ള യുദ്ധത്തിൽ ഭാര്യ എലിസബറ്റയുടെ മരണശേഷം വല്ലാച്ചിയയിലെ രാജകുമാരൻ വ്ലാഡ് ദി ഇംപാലർ ദൈവത്തെയൊക്കെ ഉപേക്ഷിച്ച് ഡ്രാക്കുളയായി മാറുന്നു. ഗാലിക് ഭാഷയിൽ ഡ്രാക്കുളയ്ക്ക് ദുഷ്ടരക്തം എന്നാണ് അർത്ഥം. പിന്നീട് നൂറ്റാണ്ടുകളിലൂടെ ജീവിക്കുന്ന വ്ലാഡ് ദി ഇംപാലർ തൻ്റെ ഭാര്യയുടെ പുനർജന്മം കണ്ടെത്താൻ ശ്രമിക്കുന്നു. തനിക്ക് തിരച്ചിലിൽ കൂട്ടാകാൻ അയാൾ വാമ്പറിക്ക് ഏജൻറ്റുമാരെ സൃഷ്ടിക്കുകയും സ്ത്രീകളെ തന്നിലേക്ക് ആകർഷിക്കാൻ രൂപകൽപ്പന ചെയ്ത ഒരു പെർഫ്യൂം വികസിപ്പിക്കുകയും ചെയ്യുന്നതുമാണ് ആദ്യം പറഞ്ഞ ഡ്രാക്കുള കഥയുടെ പൊരുൾ. വീണ്ടും ഒരു ചരിത്ര സംബന്ധിയായ വീഡിയോയുമായി കാണാം. നന്ദി.